കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു? വർക്ക്, പവർ ആൻഡ് എനർജി. വർക്ക് എന്താണെന്ന് പറഞ്ഞു. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇക്വേഷൻസ് ഒക്കെ നോക്കി വെച്ചിട്ടില്ലേ? അതുപോലെ പവർ പറഞ്ഞു, പവറിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. പിന്നെന്താണ് എനർജി എന്താണെന്ന് പറഞ്ഞു, യൂണിറ്റ്സ് പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജിയുടെ ഫോംസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. മെക്കാനിക്കൽ എനർജിയെ കുറിച്ച് പറഞ്ഞു. മെക്കാനിക്കൽ എനർജി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയാണ്, മറ്റൊന്ന് കൈനറ്റിക് എനർജിയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് എനർജിയുടെ നോയ്സ് പറഞ്ഞു. ആരുടെ അവിടെ നിന്ന് നല്ല നോയ്സ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ടാക്കാം. അടുത്തെന്താണ്? അഭിലാഷ് പുറത്താണെന്ന് തോന്നുന്നു. അപ്പൊ ഒന്ന് പുറത്ത് എവിടെയെങ്കിലാണോ? നല്ല സൗണ്ട് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ടാക്കാട്ടോ. റെക്കോർഡിംഗ് ആണ്, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കേൾക്കുന്ന സമയത്ത്. അപ്പൊ എന്താണ് അപ്പൊ അതൊന്ന് മ്യൂട്ട് ചെയ്യാം. അത് കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്, അതുകൊണ്ടാണ്. റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കേൾക്കില്ല വോയിസ് കേട്ടോ. നോക്കാം. അതുപോലെ എനർജിയുടെ ലോ പറഞ്ഞു, രണ്ടെണ്ണം പറഞ്ഞു. എന്താണ്? എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അതിനെ നശിപ്പിക്കാനും സാധിക്കില്ല. പിന്നെന്താണ്? എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ് പറഞ്ഞേ? ആ എനർജി എപ്പോഴും സെയിം ആയിരിക്കും, എനർജിയിൽ മാറ്റം വരില്ല. അതായത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താലും ആ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ വരെയാണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രോബ്ലം നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്താണ് വരുന്നത്? എന്താണ് ഫസ്റ്റ് പ്രോബ്ലം വരുന്നത്? എ പുള്ളി ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് മാസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 900 ന്യൂട്ടൺ ടു എ വെയ്റ്റ് ഓഫ് 10 meters in 2 minutes. ഫൈൻഡ് ദി വർക്ക് ഡൺ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത്? ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഇല്ല, എഴുതിയിട്ടില്ല, കഴിഞ്ഞില്ല. A pulley is used to lift mass with a force of 900 Newton to a weight of 10 meters in 2 minutes. Find the work done. വർക്ക് ഡൺ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞോ? കഴിയുമ്പോൾ പറയണേ. ഓക്കെ. ഇപ്പം എന്താണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? വർക്ക് ഡൺ, അതായത് വർക്ക് എത്രത്തോളം ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോഴ്സ് അല്ലേ? ഫോഴ്സ് എത്രയാണ്? 900 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിൻ്റെ
വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? എത്രയിലാണ്? 10 മീറ്റേഴ്സിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് ഡൺ, വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് ആദ്യം തന്നിട്ടുള്ളത്? ഫോഴ്സ് തന്നിട്ടുള്ളത് ആദ്യം എഴുതാം. ഫോഴ്സ് എത്രയാണ്? 900 ന്യൂട്ടൺ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? എസിന്റെ വാല്യൂ. എസ് എത്രയാണ് തന്നിട്ടുള്ളത്? 10 മീറ്റേഴ്സ്. എന്താണ് വർക്ക് ടണിന്റെ ഇക്വേഷൻ? എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. എഫ് എന്താണ്? 900 ഇൻറ്റു എസ് 10. അതായത് വെയിറ്റിന് സംഭവിച്ചിട്ടുള്ള ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. വെയിറ്റ് അല്ലാതെ അവിടെ വെയിറ്റിന് സംഭവിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. നിങ്ങളുടെ സിലബസിലെ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതായത് 2 മിനിറ്റ്സിൽ എത്രത്തോളം മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്? 10 മീറ്റേഴ്സിൽ. ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ എന്താണ് 900 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അതായത് 2 മിനിറ്റ് നേരം നമ്മൾ ആ ഫോഴ്സ് കൊടുത്തപ്പോൾ എത്രത്തോളം മൂവ്മെന്റ് സംഭവിച്ചു? 10 മീറ്റർ. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? അതായത് നമ്മുടെ ആ ഡെഫിനിഷൻ വെച്ച് നോക്കിയാൽ മതി. അതായത് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. എഫ് ഇൻറ്റു എസ്. ഒന്നുമില്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ഡൗട്ട് വേണ്ട. അതായത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം? ഫോഴ്സും വേണം, ഡിസ്റ്റൻസും വേണം. ഇത്ര മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഫോഴ്സും വേണം, ഡിസ്റ്റൻസും വേണം. അപ്പോൾ എന്താണ്? എഫ് ഇൻറ്റു എസ് ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എത്രയാണ് വരിക? 900 ഇൻറ്റു 10 വരുമ്പോൾ എത്ര വരും? വർക്ക് ഇസ് ഈക്വൽ ടു എത്ര വരിക? 9000. യൂണിറ്റ് എന്താ വരിക? ഒരെണ്ണം ന്യൂട്ടണിലും ഒരെണ്ണം മീറ്ററിലും ആണ് അല്ലേ? ഫോഴ്സ് എന്താണ്? ന്യൂട്ടണിലാണ്, ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിലാണ്. അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ് വരിക? മീറ്റർ. ഏതെങ്കിലും ചെറിയ കുട്ടി സംസാരിക്കുന്നുണ്ടോ? ഏതോ ചെറിയ കുട്ടിയുടെ വോയിസ് പോലെ കിട്ടും. വർക്ക് എത്രയാണ് കിട്ടിയത്? 9000 ന്യൂട്ടൺ മീറ്റർ. ഡൗട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താണ്? കാൽക്കുലേറ്റ് ദി പവർ ഓഫ് പുള്ളി ഇൻ വാട്ട്സ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ മാസ് ഇഫ് ഫോഴ്സ് എന്നാണ്, സ്പെല്ലിങ് കറക്റ്റ് അല്ല. ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 750 ന്യൂട്ടൺ. ഹൈറ്റ് എസ് ഇസ് ഈക്വൽ ടു 12 മീറ്റർ. ടൈം ടി ഇസ് ഈക്വൽ ടു 3 മിനിറ്റ്സ്. 30 അല്ല, 3 മിനിറ്റ്സ്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം കേട്ടോ.
കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? അതുപോലെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പവറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? പവർ അല്ലേ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി പവർ ഓഫ് എ പുള്ളി. ഒരു പുള്ളിയുടെ പവറാണ് കണ്ടുപിടിക്കുക. എന്താ പുള്ളി? പുള്ളി എന്താണ്? എന്താണ് പുള്ളി? പുള്ളി എന്താണെന്ന് അറിയില്ല. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ആ സാധനമില്ലേ, അതിനെന്താ പറയാ? കപ്പി. ആ, അതിനാണ് നമ്മൾ പുള്ളി എന്ന് പറയാ. പുള്ളിയാനായിട്ട്, പൊക്കാനായിട്ട്, ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനാണ് നമ്മൾ പുള്ളി എന്ന് പറയാ. ഓക്കെ, അതായത് ഏത് മെഷീൻസും ഏത് എക്യുപ്മെൻറ്റ് വേണമെങ്കിലും ആവാം. ഒരു വെയിറ്റ് പുൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഉയർത്താനോ താഴ്ത്താനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പുള്ളി എന്ന് പറയാം കേട്ടോ. പുള്ളി എന്താണെന്ന് ക്ലിയർ അല്ല. അപ്പോൾ ഒരു വെയിറ്റ് മുകളിലേക്കോ താഴേക്കോ ഉയർത്താനോ താഴ്ത്താനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് എന്ത്? പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? പുള്ളിയുടെ പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് വാട്ട്സിലാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ആ വാട്ട്സിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഫോഴ്സ് എത്രയാന്ന് തന്നിട്ടുണ്ട്? എഫ് എത്രയാ? 750 ന്യൂട്ടൺ. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എസ് എത്രയാണ് തന്നിട്ടുള്ളത്? 12 മീറ്റർ. നമുക്ക് ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് ടൈം? ടി ഈസ് ഈക്വൽ ടു 3 മിനിറ്റ്സ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് എഴുതണം, ഇക്വേഷൻ എഴുതണം, ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കണം. അത്രേ പണിയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താണ് അടുത്ത? എന്താ എഴുതണ്ടേ? നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഫോഴ്സ് എത്രയാണ്? 750 ന്യൂട്ടൺ. അടുത്ത എന്താണ് തന്നിട്ടുള്ള? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അല്ലെങ്കിൽ ഹൈറ്റ്. എത്ര ഹൈറ്റിലാണെന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് എസ് ഇസ് ഈക്വൽ ടു എത്രയാ? 12 മീറ്റർ.
അടുത്ത എന്താണ് തന്നിട്ടുള്ളത്? ടൈം Time. തന്നിട്ടുണ്ട്. എത്രയാണ്? ഇത്ര ടൈം കൊണ്ട് ഇത്ര മീറ്റർ ആണ് ഉയർത്തിയത് അല്ലേ? ഇത്ര സമയം കൊണ്ട് ഇത്ര കിലോ, അതായത് 750 ന്യൂട്ടൺ ഫോഴ്സ് യൂസ് ചെയ്ത് എന്താണ് ചെയ്തത്? 12 മീറ്റർ ഉയർത്തി. എത്ര സമയം കൊണ്ട്? 3 മിനിറ്റ്സ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവറാണ് ചോദിച്ചിട്ടുള്ളത്. പവറിൻ്റെ ഇക്വേഷൻ എന്താ? F into S by time. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. എന്താണ് വർക്ക് ഡൺ? എഫ് ഇൻറ്റു എസ് അല്ലേ? കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതല്ലേ? വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ടി. എഫ് എത്രയാണ്? 750 ഇൻറ്റു എസ് എത്രയാണ് നോക്കിയിട്ട് പറഞ്ഞേ? 12 മീറ്റർ. 12 ആൻഡ് ടി എത്രയാണ് വരുന്നത്? 3 എന്താണ് വരുന്നത്? 3 മിനിറ്റ്സ് ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാ? എന്താണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാ? സെക്കൻഡ് അല്ലേ? അപ്പോൾ മിനിറ്റ്സിനെ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യും? 3 ഇൻറ്റു 60 ചെയ്യണം വേണ്ടേ? 3 ഇൻറ്റു 60 ചെയ്യുമ്പോൾ എത്ര വരും? വേണം, നമുക്ക് ഇക്വേഷനിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. 3 ഇൻറ്റു 60 അങ്ങനെ ഇട്ടാൽ പോരെ? അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടണോ? 3 ഇൻറ്റു 60 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180. 120യോ? ആ 180. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 180 തന്നെ എഴുതാം. ക്ലിയർ ആയോ? ടൈം എപ്പോഴും സെക്കൻഡിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 3 ഇൻറ്റു 60 എന്നുള്ളത് എഴുതിയത് കേട്ടോ. ക്ലിയർ അല്ലേ ആ കാര്യം? ക്ലിയർ അല്ലേ? അത് നിങ്ങൾക്ക് ഇനി അടുത്തത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടായാലും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ആ 60 വന്നു എന്നുള്ളത് ഡൗട്ട് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. എപ്പോഴും സമയം സെക്കൻഡിലാണ് ചെയ്യേണ്ടത്. കാരണം സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡ് ആക്കാനായിട്ട് എന്ത് ചെയ്തു? 60 കൊണ്ട് ഗുണിച്ചു. കാരണം ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ്. അപ്പോൾ 3 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 3 ഇൻറ്റു 60 180. ഓക്കെ, ഇനി പറഞ്ഞ എത്ര കിട്ടാണ്? 750 ഇൻറ്റു 12 എത്ര വരും? 9,000 ഡിവൈഡഡ് ബൈ 180 എത്ര വരും? 0 വെട്ടിക്കളയാം. എന്ത് വരും? 50 അല്ലേ? 50 വാട്ട്സ്. ഡബ്ല്യു ഇട്ടാൽ മതി കേട്ടോ. വാട്ട്സ് ഒന്ന് ഫുൾ എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഡബ്ല്യു എന്ന് ഇട്ടാൽ മതി. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സെക്കൻഡ് എന്ന് എഴുതാം കേട്ടോ. ആരുടെ അവിടെ നിന്ന് നല്ല നോയ്സ് ഉണ്ട്? റോഡാണ് റോഡ്.
കഴിഞ്ഞോ? ഡൗട്ടില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വായിച്ചേ. A load of 15.5 kilogram is lifted through a height of 4.4 meter. Find the നോർമൽ തന്നെയാണല്ലോ കിടക്കുന്നത്. ബിസിയാണ്, പിന്നീട് വിളിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? എ ലോഡ് ഓഫ് 15.5 kilogram is lifted through a height of 4.4 meter. Find the work done in kilogram meter. ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതട്ടോ. കഴിഞ്ഞോ? ഇതിന്റെ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ ഇക്വേഷൻ വരുമല്ലോ അല്ലേ? എന്താ? ഇതിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസറിനുള്ള വഴിക്ക് അതെ, അതായത് കറക്റ്റ് ആയിട്ട് തരും. വാല്യൂസ് തന്ന് ഇക്വേഷനിൽ ഇട്ട് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കഥകളൊന്നുമില്ല. കറക്റ്റ് വാല്യൂസ് അതിൽ തന്നിട്ടുണ്ടാവും. ഇക്വേഷൻ ഓർമ്മ വേണം. പക്ഷേ KGM എന്ന് പറഞ്ഞ ഇക്വേഷൻ അവിടെ കിടക്കല്ലേ? എന്താ? KGM ഇക്വേഷൻ അവിടെ വന്നില്ലേ? അതന്നെ. അതായത് കിലോഗ്രാം മീറ്ററിൽ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്മൾ എന്തിലാണ് കണ്ടുപിടിക്കാറ്? വർക്ക് ഡൺ ന്യൂട്ടൺ മീറ്ററിൽ എഴുതാറുണ്ട് അല്ലേ? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കിലോഗ്രാം മീറ്റർ. എന്ത് വരും? പറഞ്ഞ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ലോഡ് അല്ലേ? ലോഡ് എത്രയാണ്? 15.5 kg. 15.5 kg കിലോഗ്രാം. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഹൈറ്റ് S equal to എത്രയാ? 4.4 മീറ്റർ അല്ലേ? വർക്ക് ഡൺ എങ്ങനെയായിരിക്കും കിട്ടുക? വർക്ക് ഡൺ ഈക്വൽ ടു F into S. എന്ത് വരും? ഡയറക്റ്റ് ക്വസ്റ്റ്യനിലിടാ, ഇക്വേഷനിലിടാ, ആൻസർ കിട്ടും. എത്രയാ? 15.5 ഇൻറ്റു 4.4. എത്ര ആൻസർ വരുന്നേ? 68.2. എന്താണ് യൂണിറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവര്? കിലോഗ്രാം മീറ്റർ. അപ്പം അത് തന്നെ ഇട്ട് കൊടുക്കാം.
ക്ലാസ് 9:30 കഴിയുമ്പോൾ. ക്ലിയർ അല്ലേ? എന്താ ആലോചിക്കാം. ക്ലിയർ അല്ലേ പ്രോബ്ലം? ഇക്വേഷൻസ് മാത്രം ഓർമ്മ വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്? A body of mass 5 kilogram is thrown up vertically with a velocity of 10 meters per second എന്നാണ്. സെക്കൻഡ് കേട്ടോ. സെക്കൻഡ്, കാൽക്കുലേറ്റ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോട്ടോ. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 കിലോഗ്രാം. ഈ 5 കിലോഗ്രാം എന്താ ചെയ്യുന്നത്? ത്രോൺ അപ്പ്. എന്താണ്? മുകളിലേക്ക് എറിയാണ്. വെർട്ടിക്കലി. എന്താണ്? വെർട്ടിക്കലി മുകളിലേക്ക് എറിയാണ്. നമ്മളിങ്ങനെ കയ്യിലൊരു ബോൾ എടുത്തിട്ട് മുകളിലേക്ക് എറിയുന്നത് പോലെ എറിയാണ്. ഒരു 5 കിലോഗ്രാം വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meters per second. വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 10 meter per second. ഒരു സെക്കൻഡിൽ എത്രത്തോളം? 10 മീറ്റർ വരെ പോകാവുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇത് തന്നിട്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? കൈനറ്റിക് എനർജി. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നമ്മളതിങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതായത് 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ബോഡി, അതായത് ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ഒബ്ജക്റ്റിന് നമ്മൾ വെർട്ടിക്കലി ഇങ്ങനെ മുകളിലേക്ക് എറിയാണ്. ആ എറിയുന്നതിന് എത്ര വെലോസിറ്റി ഉണ്ട്? 10 meter per second അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മൈൻഡിൽ വരണം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കേട്ടോ. ആ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? മാസ് എത്രയാണ്?
5 കിലോഗ്രാം. വെലോസിറ്റി തന്നിട്ടുണ്ട് അടുത്തത് അല്ലേ? എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അതിന് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം ഇങ്ങനെ കേട്ടോ. മീറ്റർ എഴുതാ, പെർ സെക്കൻഡ്. 10 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കൈനറ്റിക് എനർജി. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചൂടെ? ആ, കൈനറ്റിക് എനർജി KE ഇടാണേ ഞാൻ. കൈനറ്റിക് എനർജിനെ KE ഇടുന്നുണ്ടേ. നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട് കൈനറ്റിക് എനർജി. എന്താണ് ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു mv സ്ക്വയർ. ഇപ്പം എന്ത് വരും? mv സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇട്ടാലും മതി. 500. ഹാഫ് എഴുതി. എം എത്രയാണ്? 5 അല്ലേ? ഇൻറ്റു വി എത്രയാണ്? 10 സ്ക്വയർ. ഇപ്പം എത്ര വരും? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 10ൻ്റെ സ്ക്വയർ 100 അല്ലേ? അപ്പം എന്ത് ചെയ്യാം നമുക്കിവിടെ? രണ്ടും 100 വെട്ടിക്കളയാം. എത്ര വരും? 50 ആവും അല്ലേ? വെട്ടിക്കളഞ്ഞൂടെ? വെട്ടിക്കളഞ്ഞൂടെ? 100ൽ 2 50 പ്രാവശ്യം. ഇപ്പം എന്ത് വരും? 5 ഇൻറ്റു 50 250. കൈനറ്റിക് എനർജി ഇക്വേഷൻ എനർജി എന്താ? 500/2 ആ, 500/2 എഴുതാം. വെട്ടിക്കളയും. എന്താ? 250 ആണോ? ആ, 250 ആണല്ലോ എഴുതിയിട്ടുള്ളേ. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. വെട്ടിക്കളയാണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. വെട്ടിക്കളയാണ്ട് ചെയ്യാം, വെട്ടിക്കളഞ്ഞിട്ടും ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വരാനുള്ളതൊന്നുമില്ല. ഇക്വേഷൻ എഴുതാം, ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. നമുക്ക് വെട്ടിക്കളയാതെ എങ്ങനെ ചെയ്യാം? എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 100 ഈക്വൽ ടു എത്ര വരും? ഹാഫ് ഇൻറ്റു 500 അല്ലേ? അല്ലേ? അപ്പം എന്ത് വരും? 500 ഡിവൈഡഡ് ബൈ 2. അത് ചെയ്യുമ്പോഴും 250 വരും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ?
അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം ചെയ്താലോ? ഓക്കെ. അടുത്ത പ്രോബ്ലം ആയിക്ക്. എന്താ അടുത്ത പ്രോബ്ലം? ഫൈൻഡ് ദി കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി 3 kilogram മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second. 3 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ബോഡി, മാസമുള്ള ഒരു ബോഡി 10 meter per second വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞോ? ആണോ? പ്രോബ്ലം ചെയ്യാം. മ്യൂട്ടാക്കൂ. പ്രോബ്ലം ചെയ്യാം. എന്താണ് തന്നിട്ടുള്ളത്? മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 കിലോഗ്രാം. വെലോസിറ്റി തന്നിട്ടുണ്ട് 10 meter per second. 10 meter per second. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? ഹാഫ് mv². എന്ത് വരും? ഹാഫ് ഇൻറ്റു എം എത്രയാണ്? 3 ഇൻറ്റു വെലോസിറ്റി 10 ആണ്, 10ൻ്റെ സ്ക്വയർ എന്ത് വരും? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 10ൻ്റെ സ്ക്വയർ എത്രയാ? 10 ഇൻറ്റു 10 100 അല്ലേ? എന്ത് വരും? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 100 300 വരും. എന്ത് വരും? 300 ഡിവൈഡഡ് ബൈ 2 എത്ര വരിക? 150. യൂണിറ്റ് എന്താണ്? ജൂൾ. യൂണിറ്റുകൾ മാറിപ്പോരുത് കേട്ടോ. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത്?
3 മാർക്കിന് ഒക്കെ ചോദിക്കാം. 3 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. എന്താ ഈ അഭിലാഷിന്റെ ഒരു കാര്യം, ക്ലിയർ അല്ലേ പ്രോബ്ലം? ഓക്കെ. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. എന്താ എഴുതിയെടുത്തില്ലേ? ഡൗട്ട് ഉണ്ടോ? ആരത്? അടുത്ത പ്രോബ്ലം നോക്കിയാലോ. എന്താണ്? ഫൈൻഡ് ദി വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് 26.3 Newton through a height of 3.7 meter. സ്ക്രീൻ പോയോ? നോട്ടിലേക്ക് പകർത്തണോ മാം? ആ നോട്ടിലേക്ക് എഴുതണം. നമുക്കത് കുറച്ചും കൂടി റിവിഷൻ ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടി അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. നോട്ടിൽ ചെയ്ത് ബുക്കിലാണ് എഴുതുന്നതൊക്കെ. ആ അപ്പോൾ സമയമുള്ളപ്പോൾ ഒന്ന് നോട്ടിലേക്ക് പകർത്തി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മൊത്തം റിവിഷൻ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. എല്ലാ നോട്ടും കൂടി ഒരെണ്ണത്തിലല്ലേ എഴുതുന്നേ, റഫായിട്ട്. അത് വേറെ ബുക്കിലേക്ക് മാറ്റി എഴുതാം. എഴുതിയോ? എഴുതിയില്ലേ? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് തന്നിട്ടുള്ളത്? ന്യൂട്ടൺ തന്നിട്ടുണ്ട്. പിന്നെന്താ? ഹൈറ്റ് 3.7 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വർക്ക് കണ്ടുപിടിച്ചൂടെ? ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഫോഴ്സ് 26.3
മ്യൂട്ടാക്കോ. ഫോഴ്സ് വന്നിട്ടുണ്ട്. ഹൈറ്റ് എസ് എത്രയാണ്? 3.7. മീറ്റർ. വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കും? F into S. എത്രയാണ് F? 26.3 ഇൻറ്റു S എത്രയാണ്? 3.7. എത്രയാണ് വാല്യൂ കിട്ടുന്നത്? വർക്ക് ഡൺ. എത്രയോ വർക്ക് ഡൺ കിട്ടുന്നത്? കാൽക്കുലേറ്റർ ഒന്നുമില്ല. 9 സംതിങ് ആണോ? 97.31. ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് എന്ത് വരുന്നത്? ന്യൂട്ടൺ മീറ്റർ. നമ്മളവിടെ ടീച്ചർ പറഞ്ഞപ്പോ തന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ടീച്ചറോട് ക്വസ്റ്റ്യൻ ഇട്ടപ്പോ തന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്ത പ്രോബ്ലം ചെയ്യാം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? നോട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? എ ബോഡി weighing 125 kilogram അല്ലേ? 125 kilogram is moved through 300 meter in 90 seconds. Find the power required. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞോ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ? എന്താണ് ക്വസ്റ്റ്യൻ? പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എത്രത്തോളാണെന്ന് വെയിറ്റ് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? ഹൈറ്റ് തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. എന്താണ്
ഫോഴ്സ് എത്രയാണ്? പറയൂ, അടുത്തത് പറയൂ. എത്ര പ്രോബ്ലം ആയി ചെയ്യണു? 125 into 300 by 90 ഹൈറ്റ് seconds. എസ് ഇസ് ഈക്വൽ ടു 300 മീറ്റർ. ടൈം ഇസ് ഈക്വൽ ടു സെക്കൻഡിൽ തന്നെയാണ് കേട്ടോ തന്നിട്ടുള്ളത്. എത്രയാണ്? 90 സെക്കൻഡ്. ഇക്വേഷൻ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ടി. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടി. 125 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ ടൈം 90. എത്ര വരും? 460.7. 66 നമുക്ക് 7 ആയിട്ട് എടുക്കാം. എന്താണ് ഇത് വരിക? യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വരും അല്ലേ? എന്താണ് ഇത്? കിലോഗ്രാം ആണ്, ഇത് മീറ്റർ ആണ്. അപ്പോൾ കിലോഗ്രാം, അതായത് ഇത് കിലോഗ്രാം ആണ്. 125 കിലോഗ്രാം ആണ്. 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിലാണ്. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിലാണ്. അതാണ് എന്ത് എഴുതിയേക്കണേ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. മേഡം മതി. കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യനാ. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ? ഇനിയിപ്പോൾ കഴിയാറായതുകൊണ്ട് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല.